ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ സെക്കൻഡ് ഡേ ആണ് അൽമാട്ടിയിൽ. ഇപ്പോൾ 7 മണി. നേരത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇന്നിപ്പോൾ പോകാൻ പോകുന്നത് ഷിംബോലാക്കിലേക്കാണ്. അതിന് നമ്മൾ ടാക്സി വന്നിട്ടുണ്ട്. ടാക്സി വന്ന് ഇനി ഇവിടുന്ന് നേരെ വേറെ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് വേണം ഷിംബോലാക്കിലേക്ക് പോകുന്ന ടീമായിട്ട് ജോയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഷിംബോലാക്ക്. അപ്പോൾ ഹോട്ടൽ റിസപ്ഷനിൽ നിന്ന് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യിച്ച് ഇനിയിപ്പോൾ ഇവിടുന്ന് 3 കിലോമീറ്ററാണ് ഏകദേശം. നടക്കുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ നടക്കേണ്ടി വരും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഷിംബോലാക്കിലേക്ക് പോകാനുള്ള, അവിടെ നിന്നാണ് പോകുന്നത് ഗ്രൂപ്പ്. അപ്പം നമ്മൾ ടാക്സിയിൽ ഇത് അവിടെ ഇറങ്ങി. ഇതാണ് നമ്മളെ ടൂർ ഓപ്പറേറ്റർ. ഇവിടുന്ന് നമ്മൾ ഷിംബോലാക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റി ടൂർ കൊക്ടോബെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ സമയം 8 മണി. നമ്മളെ വണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ. ഓക്കെ, താങ്ക് യു. നമ്മൾ വണ്ടിയിലേക്ക്. ഓക്കെ, നന്നായിട്ട് സൺസ്ക്രീന് തേച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്ന് നല്ല വെയിലുള്ളേണ്ട ഒരു ദിവസമായിരിക്കും. കാരണം നല്ല വെയിലുണ്ട് പുറത്ത്. ഷിംബോലാക്ക് മൗണ്ടൈൻ്റെ മുകളിലേക്ക് പോവാണ്. നന്നായിട്ട് ടാനടിക്കുക. നമ്മളെ വണ്ടിയിൽ ബാക്കി കുറേ ആൾക്കാരെ കാണാം. ഹായ് ഹായ്. ഓക്കെ, ഇപ്പോൾ 8 മണി കറക്റ്റാണ്. ഇവിടുന്ന് ഇപ്പം നമ്മൾ ഏകദേശം ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂറത്തെ പ്രോഗ്രാമാണത്. ഷിംബോലാക്ക്, അത് കഴിഞ്ഞ് സിറ്റി ടൂറ്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ 10 മണിക്കൂറത്തെ ഒരു സംഭവിക്കുന്നുണ്ടാവാം. Good morning, everyone. How are you guys? Good. Yeah. Good. Sure. I cannot even hear your voice. Okay. Can you hear my voice clearly? Yes. Okay, nice. First things first, my name is Anel, Anel. Good morning. Hi. And I'm your today's guide. Any questions, don't be shy, come to me, ask, and I'm open to you. Yep. And by the program, where we are driving right now. കാറിൽ 20 മിനിറ്റ്സ് സിറ്റിയിൽ നിന്നും. ഇപ്പോൾ നമ്മളിതാ മെഡു എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. മെഡു. ഇനി ഇവിടുന്ന് നമ്മൾ അതിൻ്റെ മുമ്പ് ഇവിടെ ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അവിടെ പോവാം. അവിടെ പോയിട്ട് വേണം നമ്മൾ കേബിൾ കാർ എടുത്തിട്ട് ഷിംബോലാക്കിലേക്ക് പോകാൻ. വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ ഓൾറെഡി സ്നോ ആയിട്ടുണ്ട്. മുകളിലേക്ക് കയറുമ്പം തന്നെ കണ്ടോ, അടിപൊളി. എന്നാണെങ്കിൽ സൺഡേ അല്ലേ, അത് ആദ്യമേ പറഞ്ഞത്. ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം 8:45. അപ്പം നമ്മളിതാ 900 സ്റ്റെപ്സോണുണ്ട്. ഇതിങ്ങനെ കയറി മുകളിലേക്ക് പോകണേ. ഉള്ളു കയറാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. മുകളിലേക്ക് ഇങ്ങനെ പോകുന്തോറും കണ്ടില്ലേ, വൈറ്റ് ഇങ്ങനെ കൂടി വരാൻ. അടിപൊളി മോനെ, കണ്ട വൈറ്റ്. ഒറ്റ പ്രശ്നമുള്ളൂ, തെന്നി വീഴോ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോകുന്തോറും വൈറ്റ് ഇങ്ങനെ കൂടി വരാണ്. അടിപൊളി. അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് താഴെ നമ്മൾ ഷിംബോലാക്ക് കേബിൾ കാർ സ്റ്റേഷൻ്റെ അവിടെ എത്തി. ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാനും വേണ്ടി പോയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്താ? ടിക്കറ്റ് എത്തിയോ? ഓക്കെ, നമ്മൾ ടിക്കറ്റ് കിട്ടി. ഷിംബോലാക്ക്, അതായത് മുകളിൽ പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഷിംബോലാക്ക് ടിക്കറ്റ് നമുക്ക് ഇനിയിപ്പോൾ നേരെ
കേബിൾ കാറിലേക്ക് പോവാം. ഹായ്. ഇനിയിപ്പോ നേരെ ടോപ്പിലേക്ക്. Tadi kan? Iya, lucu banget ya. Tapi kayak orang goblok gitu loh. Enggak, kamu enggak goblok. Paling anjing. Oh, dia nak kembali apa? Enggak ada harus menunggu. Ya udah, cepat. Soalnya kelihatan. അതാണ് മിഡു ഹയസ്റ്റ് ഐസ് സ്കേറ്റിംഗ് റിങ് ഇൻ ദ വേൾഡ്. അപ്പോൾ അത് ഇപ്പോഴും ഓപ്പൺ അല്ല. Kamu kalau mau ibu kayak kamu. Iya. Kamu mau masuk enggak? Mau. Kula is river. This is like peak. Chim is pig. This is ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് എടുക്കും ഈ കേബിൾ കാറിൽ മുകളിലെത്താൻ നമ്മൾ. Just next door. കണ്ടോ ഓപ്പൺ റെസ്റ്റോറൻറ്റ്. ഫസ്റ്റ് കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ, അതായത് മിഡിൽ നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ് തൽക്കാലത്തേക്ക്. അവിടെ വേറെ ഒന്നുണ്ട്, അവിടെ ഓപ്പൺ ആയിട്ടുള്ള. അതിന് നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം. ഏതായാലും ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് ഏതായാലും അതും കൂടിയും മുകളിലേക്ക് കയറാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അധികം ടൈം ഇല്ലാതായിപ്പോയി. അവർ പറഞ്ഞിട്ടുള്ളത് 12-12:30 മണിക്ക് താഴെ എത്തണം എന്നാണ്. അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായി തോന്നി. കാരണം ആദ്യത്തെ കേബിൾ കാറിൽ എത്തുമ്പോൾ തന്നെ 20 മിനിറ്റ് എടുത്ത്. ഇനിയിപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകാൻ അതിന് വേറൊരു 20 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ അധികമൊന്നും നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പം ഞാനിതാ ഈ ഓപ്പൺ കേബിൾ കാർ എടുത്ത് ഇതാ, ഇത് അടിപൊളി. ആദ്യത്തെ കേബിൾ കാർ സ്റ്റേഷനാണ് ബാക്കിൽ കാണുന്നുണ്ടോ, അവിടെ വരെയുള്ളൂ. ബാക്കിയുള്ള അതിന് മുകളിലേക്കുള്ളത് ക്ലോസിംഗ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഓപ്പൺ ഉള്ളത് നമ്മൾ എക്സ്ട്രാ എടുക്കണം. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ 4000 ടെങ്കി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മളത് ചെയ്യണമല്ലോ. ഒരുവിധ ആൾക്കാരും കാണാം, അവിടെ ഇറങ്ങുക, പിന്നെ അവിടെ എക്സ്പ്ലോർ ചെയ്യുക. അവിടെ തന്നെ കുറേ സ്നോ, പിന്നെ കുറേ ആക്ടിവിറ്റി ഏരിയാസൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കധികം ടൈമും ഇല്ല. അവർ പറഞ്ഞിട്ടുള്ളത് 12:30 മണിക്ക് താഴെ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ മുകളിലേക്ക് പോകാൻ തന്നെ 20 മിനിറ്റ് എടുക്കും. കഴിഞ്ഞ് തിരിച്ച് ഇതിലിരിക്കാൻ തുടങ്ങി തന്നെ ഏകദേശം ഇപ്പം 5-10 മിനിറ്റായി കണ്ടോ. എന്നിട്ട് ഇങ്ങനെ പോയി അതേ അവിടെ എത്തണം. ഈ ഓപ്പൺ കേബിൾ കാർ എടുത്തത് മുതലായി. നല്ല കാറ്റ്, നല്ല അടിപൊളി വ്യൂ. അധികം ആളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ കണ്ടില്ലേ, ഞാൻ ഒറ്റയ്ക്കാണ്. താഴെ കണ്ടോ ഇങ്ങനെ ഒരുപാട് പൈൻ ട്രീസൊക്കെ. നമ്മൾ ഫ്ലൈ ചെയ്യുന്ന പോലെ ഉണ്ട്. നല്ല കാറ്റ്, നല്ല ഓപ്പണായിട്ട്.
മുകളിലേക്ക് പോകുന്തോറും തണുപ്പ് കൂടി 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 കൈയൊക്കെ കണ്ട ഫ്രീസായിട്ട്. ഡമ്മേ ഫോണൊന്നും പിടിക്കാൻ തന്നെ പറ്റുന്നില്ല. ഓൾമോസ്റ്റ് നമ്മളെത്താനായി, നമ്മൾ ടോപ്പിലെത്താനായി. അതെ അതെ അതെ, നമ്മൾ ടോപ്പിലെത്തി. അടിപൊളി, സൂപ്പർ. ഇതിന്റെ മുകളിലേക്ക് വന്നത് ശരിക്കും മുതലായിട്ടോ, ഫുള്ള് വൈറ്റ്. ഞാനൊരു പകുതി വെച്ചിട്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടോ? അടിപൊളിയല്ലേ, ഫുള്ളും വൈറ്റ്. ഏകദേശം 3000 മീറ്റർ ഹൈറ്റിലാട്ടോ ഉള്ളത്. ഇപ്പോൾ നമ്മൾ പ്രശ്നം എന്താണെന്നറിയോ, താഴെ നമ്മളെ വെയിറ്റ് ചെയ്യും. സമയമില്ലാത്തത് മാത്രമാണ് നമ്മുടെ പ്രശ്നം. താഴേക്ക് ഇറങ്ങാണ്. നമുക്ക് മുകളിൽ അധികം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. ആകെ 10 മിനിറ്റാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഓൾറെഡി 12 മണിയായി. 12 മണിക്ക് നമ്മളോട് താഴെ പാർക്കിങ്ങിൽ എത്തണം എന്നിട്ടുള്ള പറഞ്ഞത്. നമ്മൾ ഈ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇതാണ്. ആ സമയത്ത് നമ്മൾ അവിടെ എത്തേണ്ടി വരും. ശരിക്കും സിറ്റിയിൽ നിന്ന് ഇവിടേക്ക് ബസ്സുണ്ട്. ഈ മെഡോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ്സുണ്ട്. അവിടുന്ന് ഷിംബുലാക്കിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ തന്നെ ശരിക്കും സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന നന്നാവും. നമുക്ക് കൂടുതൽ ടൈം കിട്ടും. അധികം ടൈമില്ല. നമുക്ക് ആകെ ഇവിടെ കിട്ടിയിട്ടുള്ള 1.5 മണിക്കൂറാണ്. മിനിമം ഒരു 2.5-3 മണിക്കൂറെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യായിരുന്നേ. കഴിഞ്ഞപ്പോൾ നേരെ താഴേക്ക് കേബിൾ കാർ സ്റ്റേഷൻ്റെ താഴെ എത്താനായി. ഇപ്പം സമയം 12:30 മണിയായി. 12 മണിയെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അവരുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വിളിയൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ നേരെ കൊക്ടബേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഏതായാലും ഈ ഷിംബോലാക്കിൻ്റെ വീഡിയോ ഏതായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത കൊക്ടോബേൻ്റെ അടുത്തതിൽ കാണാം. ഓക്കെ, ബൈ.